PD സതീശൻ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു, മറ്റു കോൺഗ്രസുകാർ വേറെ നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ്. എല്ലാവരും കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാനം സതീശൻ നടപ്പിലാക്കുകയായിരുന്നു. അദ്ദേഹം അത് തന്നെ നിരവധി തവണ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം നിലപാടുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഏകീകൃതമായ ഒരു അഭിപ്രായം തന്നെയാണ് ഉള്ളത്. പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിലെ UDF-നെ സംബന്ധിച്ച് സതീശൻ എന്ന് പറയുന്ന അത് നേതാവാണ്. സതീശനെതിരെ ആരെങ്കിലും ഈ വിഷയത്തിൽ പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. സതീശൻ പറയുന്നതാണ് ഇക്കാര്യത്തിൽ UDF-ന്റെ നിലപാട്, കോൺഗ്രസിന്റെ നിലപാട്. അതായത് ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു സൈബർ ആക്രമണങ്ങൾ, ഇതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ സൈബർ ഹാൻഡിലുകളിൽ, അതായത് ഈ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്നും സതീശനെതിരെ ഇത്തരം ആക്രമണങ്ങൾ വരുന്നില്ല എന്നാണോ പറയുന്നത്? ഉത്തരവാദിത്തപ്പെട്ട പദവികളിലിരിക്കുന്ന, പാർട്ടിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പദവികളിലിരിക്കുന്ന ആർക്കും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു സൈബർ ആക്രമണം നടത്താൻ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും നടത്തുന്നെങ്കിൽ അവർ ആ പാർട്ടി സിസ്റ്റത്തിന്റെ ഭാഗമായി തുടരാനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വിഷയത്തിൽ ഈ KPCC അടക്കം നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ടല്ലോ. അല്ല, ഇതിനകത്ത് KPCC തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ നടപടി എടുക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. നേരത്തെ പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് ആ രാഷ്ട്രീയ മുന്നണിയെ നയിക്കുന്ന ചെയർമാനാണ് സതീശൻ. സതീശനെതിരെ, അദ്ദേഹം പറയുന്ന നിലപാടിനെതിരെ അദ്ദേഹത്തെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ട് ഈ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കാൻ ആർക്കും കഴിയില്ല. ആരെങ്കിലും അതിന് ശ്രമിക്കുന്നുവെങ്കിൽ അവർ ആ സംവിധാനത്തിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിനുള്ളിൽ അപ്പോൾ ഈ സൈബർ പോരാളികൾ നടത്തുന്ന ഈ ഒരു ആക്രമണത്തെ, അതിനെ താങ്കൾ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ അങ്ങനെയെങ്കിൽ നോക്കി കാണുന്നത്? ഈ ഷാഫി പറമ്പിലിന്റെ പക്ഷം, സതീശന്റെ പക്ഷം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? കാരണം ആ രീതിക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരു കാര്യമല്ലേ? ഷാഫി പറമ്പിൽ തന്നെ എന്ന് പറഞ്ഞില്ലേ? ഷാഫി പറമ്പിൽ തന്നെ അതിനെ തള്ളി പറയേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞതെന്താ? അദ്ദേഹം പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരന്റെ സൈബർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്ത് സംസാരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താ? അത് സതീശനെതിരെ സംസാരിക്കുന്നതാണോ? ഈ പറയുന്ന സംസ്ഥാനത്തെ ഗവൺമെന്റിനെതിരെ, സംഘപരിവാറിനെതിരെ സംസാരിക്കാൻ നിയുക്തരായ ആളുകളാണ്. അല്ലാതെ കോൺഗ്രസ് നേതാക്കളെ തിരഞ്ഞു പിടിച്ച് വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്നവർ കോൺഗ്രസ് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളുകളെ അല്ല. അതിനകത്ത് കൂടുതൽ വ്യക്തതയുടെ ആവശ്യമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.